അയാൾ അങ്ങനെ രാധിക ഭക്ഷണപ്പൊതിയൊക്കെ വിതരണം ചെയ്യാൻ പോയ ആ സമയത്ത് തന്നെ കുട്ടികളോ പേരൻസും എല്ലാവരും കൂടി ആ മ്യൂസിക് ക്ലാസ്സിലേക്ക് അങ്ങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രാധികനെയും കാത്ത് അങ്ങനെ എല്ലാവരും മുറ്റത്തിരിക്കുകയാണ്. ആ സമയത്ത് രാധിക അങ്ങ് വീട്ടിലേക്ക് അങ്ങ് തിരിച്ച് സ്കൂട്ടിയായിട്ട് അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ അവൾ വണ്ടിയൊക്കെ അവിടെ സൈഡാക്കി നിർത്തിയിട്ട് കുറേ നേരമായി വന്നോ എന്നൊക്കെ അവരോട് അങ്ങനെ കുശലം ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇല്ല ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അവൾ എല്ലാ കുട്ടികളെയും കൂട്ടിയിട്ട് വാ എന്നാൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വീടിനകത്തേക്ക് അങ്ങ് കൊണ്ടുപോവുകയാണ്. അപ്പം പേരൻസ് എല്ലാവരും അവിടെ പുറത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പം ദേവനി യശോദയും ചോദിക്കുന്നുണ്ട്, അല്ല വേഗം അകത്ത് കയറി ഇരിക്കുക, എന്തിനാ ഇവിടെ പുറത്ത് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവിടെ കുട്ടികളും ടീച്ചറും സ്വന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് അങ്ങ് പഠിക്കട്ടെ, ഞങ്ങളിവിടെ പുറത്ത് നിന്നോളാം എന്നൊക്കെ പറയാണ്. അപ്പോൾ യശോദ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് കസാലൊക്കെ പുറത്ത് ഇട്ട് തരാം, നിങ്ങളവിടെ ഇരുന്നോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് നമ്മുടെ തന്നെ വീടല്ലേ, പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ദേവനി യശോദയും കൂടിയിട്ട് അകത്തേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. പക്ഷേ ആ സമയത്താണ് നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് അങ്ങോട്ട് അങ്ങ് കയറി വരുന്ന സമയം. അവർ നേരെ കാറിൽ അങ്ങനെ ഭയങ്കര ഗെറ്റപ്പിൽ അങ്ങ് കയറി വരികയാണ്. അപ്പോൾ ഇറങ്ങിയ സമയത്ത് വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് ആളുകൾ അങ്ങനെ നിൽക്കുന്നത് ഇവരങ്ങ് കാണാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പ്രിയങ്കനോട് ചോദിക്കുന്നുണ്ട്, അല്ലടി ഇവിടെ ആരെങ്കിലും ചത്തോ, കുറേ ആളുകളാകണം കൂടി നിൽക്കുന്നത്, ഇവിടെ എന്തെങ്കിലുമൊക്കെ നീ പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ അങ്ങനെ ഇവരിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം സുകുമാരി മുത്തശ്ശി തന്നെ പറയുന്നുണ്ട്, എന്തായാലും നന്നായി, നമ്മളെ ഈ ഗെറ്റപ്പ് ഈ പ്രൗഢിയൊക്കെ നാട്ടുകാരും കൂടി കാണട്ടെടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ഭയങ്കര ഗെറ്റപ്പിൽ മുത്തശ്ശിക്കാണെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അങ്ങ് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഇവർ നേരെ വീടിനകത്തേക്ക് അങ്ങ് കയറി പോകാൻ നിൽക്കുന്ന സമയത്ത് ദേവനി യശോദയും കൂടിയിട്ട് വീടിന് മുന്നിൽ വന്നിട്ട് അവരെ വീട്ടിലേക്ക് കയറ്റാൻ തന്നെ സമ്മതിക്കുന്നില്ല. അപ്പോൾ ദേവനി യശോദയും കൂടി അവരോട് അവിടെ തന്നെ നിൽക്കാൻ പറയാണ്. അപ്പോൾ ദേവന് ഈ പ്രിയങ്കനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ പിന്നെ ഇങ്ങോട്ട് കയറി വന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവളോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, എൻ്റെ വീടല്ലേ, എനിക്കിഷ്ടമുള്ളപ്പോൾ ഇങ്ങോട്ട് കയറി വന്നൂടെ എന്നൊക്കെ ഈ പ്രിയങ്ക തിരിച്ച് അച്ഛനോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ യശോദ പറയുന്നുണ്ട്, ഈ വീട് നരകമാണ്, സ്വർഗത്തിൽ പോയി ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതല്ലേ രണ്ടുപേരും, എന്നിട്ട് എന്തേ എന്നൊക്കെ ഇങ്ങനെ അവളോട് അങ്ങ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, സ്വർഗത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്, അതിന് യാതൊരു സംശയമില്ല, പക്ഷേ ഞങ്ങൾ വീട് എനിക്കും മുത്തശ്ശിക്കും അവകാശമുള്ള വീടാണിത്, അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കയറി വരാം എന്നുള്ള കാര്യം ഇവരങ്ങ് തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അതെ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൂളിംഗ് ഗ്ലാസ് അങ്ങ് മാറ്റുകയാണ്. ആ കൂളിംഗ് ഗ്ലാസ് മാറ്റുന്ന സമയത്തായിരിക്കും ആ നാട്ടുകാർക്ക് എല്ലാവർക്കും ഇത് സുകുമാരി മുത്തശ്ശിയാണ് എന്നുള്ള കാര്യം തന്നെ മനസ്സിലാകുന്നത്. കാരണം അപ്പാടെ അങ്ങ് സ്റ്റൈലും എല്ലാം അങ്ങ് മാറ്റിയിരിക്കുന്നതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊന്നും ഇത് സുകുമാരി മുത്തശ്ശിയാണ് എന്ന് പിടികിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഗ്ലാസ് അങ്ങ് മാറ്റുന്ന സമയത്ത് ആ നാട്ടുകാരിൽ ഒരാളങ്ങ് പറയുന്നുണ്ട്, അയ്യോ ഇത് നമ്മുടെ സുകുമാരി മുത്തശ്ശി അല്ലേ, ഇത് എന്ത് കോല ഇത് എന്നൊക്കെ അങ്ങ് ചോദിക്കണ്. അയാളുടെ ആ ഒരു പുച്ഛമായിട്ടുള്ള ചോദ്യം കേൾക്കുമ്പോൾ തന്നെ സുകുമാരി മുത്തശ്ശിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ കോലത്തിന് കുഴപ്പം, നിനക്ക് എന്തേ ഒന്നും പിടിച്ചില്ലേ, പണ്ട് നീ കണ്ട ആ ചാവാലി സുകുമാരി ഒന്നല്ല ഇപ്പം ഞാനേ കോടീശ്വരിയാണ്, ഇപ്പോൾ കോടീശ്വരി, അതും ഞാനിപ്പോൾ നിൻ്റെ പോലെ പഴയ ആ ഒരു ലെവലിലൊന്നും അല്ല നിൽക്കുന്നത്, ഞാനിപ്പോൾ സിനിമ പ്രൊഡ്യൂസറാണ്, ലക്ഷങ്ങളും കോടികളൊക്കെ എറിഞ്ഞ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ ഇവരോട് അങ്ങ് വീമ്പ് പറയാണ്. പക്ഷേ ഇവർക്ക് അതൊക്കെ കേട്ടിട്ട് ചിരിയാണ് വരുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ചേച്ചി പറയുന്നുണ്ട്, അപ്പോൾ അല്പൻ ഐശ്വര്യം വന്ന അർദ്ധരാത്രി കുട പിടിക്കുമെന്ന് പറയുന്നത് അപ്പോൾ ഇതാണല്ലേ എന്നൊക്കെ ഇങ്ങനെ അവരോട് അങ്ങ് കളിയാക്കി ചിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചിരിക്കുന്നതൊക്കെ കണ്ടിട്ട് സുകുമാരി മുത്തശ്ശിക്കും പ്രിയങ്കക്കും ദേഷ്യം വരികയാണ്. അത്രയും ആ ഒരു പ്രൗഢിയൊക്കെ കണ്ടിട്ട് അവർക്കൊക്കെ അസൂയ വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവർ അത്രയും ഗെറ്റപ്പിൽ അവരുടെ മുന്നിൽ നിന്നത്. പക്ഷേ ഇവരുടെ ആ ഒരു റെസ്പോൺസ് കണ്ടപ്പോൾ അവരുടെ എല്ലാ കോൺഫിഡൻസും അങ്ങ് ചോർന്നു പോവാണ്. അപ്പോൾ പിന്നെ സുകുമാരി മുത്തശ്ശി അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്, നിർത്തടാ, നിങ്ങൾ കുറേ നേരമായാലും തുടങ്ങിയിട്ട്, ഞങ്ങളൊക്കെ പോയി ആരാണെന്നറിയാം, ഞങ്ങളൊക്കെ കോടീശ്വരന്മാരാണ്, കോടീശ്വരന്മാർ, എൻ്റെ മുന്നിലേക്ക് വരുന്ന ആളുകളൊക്കെ വലിയ വലിയ ആളുകളാണ്, അവരൊക്കെ എൻ്റെ മുന്നിലിരുന്ന് കൈ കൂപ്പിയിട്ടാണ് സംസാരിക്കുന്നത്, അതും തല താഴ്ത്തി എന്നോട് അത്രയും ബഹുമാനത്തിൽ സംസാരിക്കുന്ന ആളുകളാണ്, അപ്പോൾ എൻ്റെ ലെവൽ എത്രയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ എന്നൊക്കെ ഇവരോട് അങ്ങ് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കഴിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നിങ്ങളൊന്നും ഒരു ജീവിതകാലം മുഴുവനും അധ്വാനിച്ചാൽ പോലും കിട്ടില്ല, അത്രയും വലിയ പൊസിഷനിലാണ് ഇപ്പം ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങളെ പരിഹസിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയൊക്കെ അങ്ങ് ഷൗട്ട് ചെയ്തിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെല്ലാവരും എന്താ ഇപ്പോൾ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ അവരോട് ചോദിക്കണം. അപ്പോൾ ആ നാട്ടുകാരിൽ ഒരാൾ പറയുന്നുണ്ട്, അതെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പം മ്യൂസിക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് രാധിക മോളാണ്, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് മ്യൂസിക് പഠിപ്പിക്കാൻ കുട്ടികളെയും കൊണ്ട് വന്നതാണ് ഞങ്ങൾ, അവൾ അവിടെ അകത്ത് മ്യൂസിക് പഠിപ്പിക്കുകയാണ് എന്നുള്ള കാര്യം ഇവരോട് അങ്ങ് പറയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അപ്പോൾ മ്യൂസിക് ക്ലാസ്സും തുടങ്ങിയിട്ടുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ സുകുമാരി മുത്തശ്ശി പ്രിയങ്കയുടെ ചെവിയിൽ ഇങ്ങനെ സ്വകാര്യം പറയാണ്. അപ്പം ഇവൾ പറയുന്നുണ്ട്, എന്നാൽ വാ നമുക്ക് അതും കൂടി ഒന്ന് കൊളാക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇവർ നേരെ അകത്തേക്ക് അങ്ങ്
അങ്ങ് ഇടിച്ച് കയറി അങ്ങ് പോവാണ്. അപ്പോൾ തന്നെ ദേവനും യശോദയും അവളങ്ങ് തടയുന്നുണ്ട്. അകത്തേക്ക് കയറി പോകരുത്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുക, അവിടെ കുട്ടികളായിട്ട് അവൾ സ്വസ്ഥമായിട്ട് അങ്ങ് പഠിപ്പിച്ചോട്ടെ എന്നൊക്കെ ഇങ്ങനെ ഈ ദേവൻ അങ്ങ് മുത്തശ്ശിനോട് പറയുന്നുണ്ട്. ആ മുത്തശ്ശി പറയുന്നുണ്ട്, ഓ ഞങ്ങൾ അവളുടെ സാരീക അതൊന്നും കേൾക്കാൻ വേണ്ടി നിൽക്കൊന്നുമല്ല, എൻ്റെ റൂമിൽ ഞങ്ങൾ കുറച്ച് സാധനങ്ങളുണ്ട് അത് എടുക്കാൻ വേണ്ടി വന്നതാണ്, അല്ലാതെ ഞങ്ങൾക്ക് ആ ഒരു അവളുടെ തൊണ്ട കയറി പാടുന്ന ആ ഒരു കാര്യമൊന്നും കേൾക്കാനൊന്നും യാതൊരു താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് കയറി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ യശോദ പറയുന്നുണ്ട്, അതെ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് തന്നെ. അവളുടെ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവളിപ്പം ഭക്ഷണം വിതരണം ചെയ്തിട്ടും അത് മ്യൂസിക് ക്ലാസ് നടത്തി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ച് പോയിക്കോട്ടെ, എന്തിനാണ് നിങ്ങളിങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അപ്പം ഭക്ഷണ വിതരണം എന്ന് പറയുമ്പോൾ കേറ്ററിങ്ങും ഉണ്ട്, മ്യൂസിക് ക്ലാസ്സും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളെക്കാൾ വലിയ കോടീശ്വരന്മാരാവാനുള്ള ചാൻസൊക്കെ ഉണ്ടല്ലോ, അമ്മാതിരി ബിസിനസ്സാണല്ലോ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ഈ പ്രിയങ്ക ഒരു കളിയാക്കൽ മട്ടിൽ അവരോട് അങ്ങ് സംസാരിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങളെന്തായാലും ഞങ്ങളെ സാധനം എടുത്തിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ദേവനി യശോദ ഇങ്ങനെ പേടിക്കുന്നുണ്ട്, ഇവർ ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ മ്യൂസിക് ക്ലാസ് അങ്ങ് ഇല്ലാതാക്കുമോ എന്നുള്ള പേടി രണ്ടുപേർക്കുണ്ട്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, എന്തായാലും അവരെ സാധനം എടുത്ത് പോകുന്നല്ലേ പറഞ്ഞത്, അവരങ്ങ് പോയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ ഈ യശോദനോട് ഇങ്ങനെ പറഞ്ഞ് അവർ ആ സാധനം എടുത്ത് പോകുന്നത് വരെ ഇവർ രണ്ടുപേരും അവിടെ അങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷേ അകത്താണെങ്കിൽ നമ്മുടെ രാധിക അവർക്ക് കുട്ടികൾക്കൊക്കെ മ്യൂസിക്കിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ ശാസ്ത്രീയ സംഗീതമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് ആ ക്ലാസ് അങ്ങ് നശിപ്പിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രിയങ്കയുടെ ഫോണിൽ ഒരു റാപ്പ് സോങ് അങ്ങ് ഇടും. എന്നിട്ട് ഇവർ ഫുൾ ഡാൻസ് അങ്ങ് കളിച്ചുകൊണ്ടിരിക്കും. അതും ഇവരെ പാടുന്നതിൻ്റെ ഇടയിൽ ഉറക്കെ പാട്ടൊക്കെ ഇട്ട് അങ്ങ് ഡാൻസ് കളിക്കുകയാണ്. അപ്പോഴാണ് രാധിക ഇവർ രണ്ടുപേരും വന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ രാധികയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ക്ലാസ്സൊക്കെ ഇങ്ങനെ മുടക്കുന്നതിൻ്റെ ആ ഒരു ദേഷ്യം മൊത്തം രാധികയ്ക്ക് ഉണ്ടെങ്കിലും ഒന്നും പറയാനും വയ്യ. അപ്പോൾ ഇവർ അവരുടെ ആ കുട്ടികളുടെ അടുത്ത് തന്നെ എന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് ഫുൾ ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ രാധിക ഇങ്ങനെ പറയുന്നുണ്ട്, ഒന്ന് നിർത്തുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ ഇവർ ആ പാട്ടങ്ങ് നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഇതാണ് റാപ്പ് സോങ്, ഇതൊക്കെ കളിച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ, അല്ലാതെ ഈ സാരീക ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ്, വെറുതെ തൊണ്ട കയറി പാടുക എന്നല്ലാതെ ഇതൊക്കെ പഠിക്കുക എൻ്റെ പിള്ളേരെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടികളോട് അതിനെക്കുറിച്ചൊക്കെ അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ രാധികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലത്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഈ ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്നത് ഒരു ദൈവീകമാണ്. അപ്പോൾ ആ ദൈവീകതനെ ഇങ്ങനെ കളിയാക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് പോയി തരുമോ, ഞങ്ങളിവിടെ ക്ലാസ് എടുത്തോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് അവളോട് ആ മ്യൂസിക്കൊക്കെ ഓഫ് ചെയ്ത് അവിടെ നിന്ന് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ രാധിക അവരുടെ ക്ലാസ്സൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് കുട്ടികളോട് നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാട്ട് അങ്ങ് പാടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൾ പാടുന്നതിൻ്റെ ഇടയ്ക്ക് വീണ്ടും നമ്മുടെ സുകുമാരി മുത്തശ്ശി അവളെ ക്ലാസ് എടുക്കാൻ സമ്മതിക്കാതെ അക്കൂട്ടത്തിലൊരു കുട്ടീനോട് അങ്ങ് സംസാരിക്കാണ്. അല്ലടാ ചെറുക്ക, നീ എവിടുത്തുകാരനാണ് എന്നൊക്കെ ചോദിക്കണേ. അപ്പോൾ ആ ചെറുക്കൻ അവൻ്റെ അച്ഛൻ്റെ പേരങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അവനെ അങ്ങ് ഇൻസൾട്ട് ചെയ്യാണ്. അല്ല ആ കള്ളൻ്റെ മോനോ, അപ്പോൾ നീ കള്ളൻ്റെ മോനാണല്ലേ, ഓ കള്ളൻ്റെ മക്കളൊക്കെ ഇപ്പോൾ പാട്ട് പാടാൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ എന്നൊക്കെ ഇങ്ങനെ അവനെ അങ്ങ് പരിഹസിക്കുകയാണ്. പക്ഷേ രാധികയ്ക്ക് അത് ഭയങ്കരമായിട്ട് അങ്ങ് ഹേർട്ടാവുന്നുണ്ട്. ആ കുട്ടികൾ എന്ന് പറയുന്ന പാട്ട് പാടാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നിട്ടുള്ള അവനെ മറ്റുള്ളവർക്ക് ഇടയിലും കൂടി ഇൻസൾട്ട് ചെയ്താണ് ഇപ്പോൾ സുകുമാരി മുത്തശ്ശി സംസാരിക്കുന്നത്. അപ്പം സുകുമാരി മുത്തശ്ശിനോട് ഈ രാധികക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നൊക്കെയുണ്ട്. പക്ഷേ സുകുമാരി മുത്തശ്ശി വീണ്ടും ഇങ്ങനെ എല്ലാവരോടും കൂടി പറയാണ്, ഇവിടെ ഒരു പാട്ടും കൂത്തൊന്നും നടക്കില്ല, എല്ലാവരും വേഗം ഇറങ്ങി പൊക്കോണി എന്നൊക്കെ ഇങ്ങനെ അങ്ങ് പറയാണ്. അപ്പോൾ ഈ പ്രിയങ്കയും കൂടി പറയുന്നുണ്ട്, ശരിയാ പെട്ടെന്ന് എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ, ഇവിടെ ഒരു പാട്ടും നടക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ രാധിക അങ്ങ് ദേഷ്യപ്പെടാണ്. നിങ്ങളോട് രണ്ടുപേരോടും വെറുതെ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പോകാനാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ഈ രാധിക പറയാണ്. അപ്പോൾ ഇവർ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടി പറയുന്നുണ്ട്, ഈ വീട് ഇത് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ട വീടാണ്, അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും ഇഷ്ടമില്ലാത്ത ഒരാൾ ഞങ്ങളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എപ്പം വേണമെങ്കിലും അവരെ ഇവിടെ നിന്ന് പുറത്താക്കാം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെല്ലാവരും ഇവിടെ നിന്ന് പുറത്താക്കുന്നത്, എന്തായാലും ഇവരിവിടെ വേണ്ട എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി എല്ലാ കുട്ടികളോടും എണീറ്റ് പോകാൻ പറയാണ്. പക്ഷേ എല്ലാ കുട്ടികളും ഇവരോട് ആ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ ഈ സുകുമാരി മുത്തശ്ശിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പെൺകുട്ടി കാര്യമായിട്ട് തന്നെ സുകുമാരി മുത്തശ്ശിനെ അങ്ങ് ദേഷ്യത്തോടെ നോക്കുകയാണ്. അപ്പോൾ ആ ഒരു നോട്ടം സുകുമാരി മുത്തശ്ശിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം മുത്തശ്ശി പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയുടെ ചെവിക്ക് അങ്ങ് പിടിച്ചിട്ട് വലിച്ച് പുറത്തെ അങ്ങ് തള്ളാൻ വേണ്ടി നിൽക്കുകയാണ്, ഇറങ്ങി പോടി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ രാധിക പെട്ടെന്ന് തന്നെ ഇടപെട്ടിട്ട് ആ കുട്ടീനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അങ്ങ് നീക്കുന്നുണ്ട്. എന്തൊക്കെ നിങ്ങൾ ഈ കാണിക്കുന്നത്, എന്തിനാ കുട്ടീനെ ഉദ്ധരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ സുകുമാരി മുത്തശ്ശി അങ്ങ് ഷൗട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ബഹളമൊക്കെ കേട്ടിട്ട് നമ്മുടെ ഈ ദേവനും യശോദയും ഒക്കെ അകത്തേക്ക് അങ്ങ് കയറി വരുന്നുണ്ട്. ആ കുട്ടികളുടെ പേരൻസും എല്ലാവരും കൂടിയിട്ട് അങ്ങ് അകത്തേക്ക് കയറി വരികയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്,
എൻ്റെ അമ്മ എന്തിനാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, രാധിക മോൾ ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പഠിപ്പിച്ച് പോയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ആ പാരൻസിലുള്ള ആളുകളെല്ലാവരും അകത്ത് കയറി വന്നിട്ടുണ്ട്. അവരും പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഈ കുട്ടീനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, അവരെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ച് പോയിക്കോട്ടെ, എന്തിനാ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ എങ്ങനെ കൂടുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവരെല്ലാവരും കൂടി അവരോട് അങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഇത് ഞങ്ങളെയും കൂടി വീടാണ്, അപ്പോൾ ഇവിടെ എന്ത് നടക്കണം നടക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ വീണ്ടും വീണ്ടും അവിടെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പ്രിയങ്ക പറയുന്നുണ്ട്, അല്ല പുറത്താക്കേണ്ടത് ഈ കുട്ടികൾ ഒറ്റക്കല്ലല്ലോ, വേറെ ഒരുത്തനും കൂടി ഉണ്ടല്ലോ ഇവിടെ, അതും വലിഞ്ഞു കയറി വന്ന ഒരുത്തന്, അവനും കൂടി ഒന്ന് പുറത്താക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ഈ പ്രിയങ്ക പറയാണ്. അപ്പോൾ ഈ സുകുമാരൻ മുത്തശ്ശി പറയുന്നുണ്ട്, എടി നീ എന്തിനാ എന്നോട് പെർമിഷൻ ചോദിക്കാൻ വേണ്ടി നിൽക്കുന്നത്, നീ പോടി അവൻ്റെ അടുത്തേക്ക്, എന്നിട്ട് അവനെയും കൂടി അങ്ങ് പുറത്താക്കുക എന്നൊക്കെ ഇങ്ങനെ ഇവരോട് അങ്ങ് പറയുകയാണ്. അപ്പോൾ ഈ പ്രിയങ്ക നേരെ ആ റൂമിലേക്ക്, അവൻ്റെ ഈ വരുണ് കിടക്കുന്ന റൂമിലേക്ക് അങ്ങ് പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ ദേവന് തടയുന്നുണ്ട്, നീ അങ്ങോട്ട് പോകരുത്, നീ എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. പക്ഷേ പ്രിയങ്ക യാതൊരു പ്രശ്നവുമില്ല പ്രിയങ്കയ്ക്ക്. പ്രിയങ്ക പറയുന്നുണ്ട്, അച്ഛനൊന്ന് മാറി നിന്നേ, ഞാനൊന്ന് പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെയൊക്കെ മാറ്റിയിട്ട് അവൾ നേരെ ഈ വരുണിൻ്റെ റൂമിലേക്ക് അങ്ങ് കയറി ചെല്ലാണ്. അവൻ വരുണിൻ്റെ റൂമിൽ അവൻ ഇങ്ങനെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഹലോ എന്താ പാട് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടാണ് ആദ്യം ഒരു കുശല അന്വേഷണത്തിൽ അങ്ങ് കയറി ചെല്ലാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല നീ എന്താണ് ഇവിടെ ഇപ്പോൾ ഇവിടെയാണോ താമസം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടാണ് അവൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവനോട് ഇങ്ങനെ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, അല്ല ഭാര്യ വീട്ടിൽ പരമസുഖം എന്നാണല്ലോ അല്ലേ, എന്തായാലും നിനക്ക് ഇവിടെ ഭാര്യ വീട്ടിൽ ഇങ്ങനെ നിന്ന് സുഖിക്കാൻ ഒരു നാണമില്ല, ഇവിടെ ഇങ്ങനെ നിൽക്കാൻ, നീ എന്താ എന്നോട് പറഞ്ഞത്, പ്രിയങ്കാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം, ആ പ്രശ്നം കൂടി ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ അവൻ്റെ ജീവിതം നല്ല സ്വർഗ്ഗമായിരിക്കും എന്നൊക്കെ അല്ല പറഞ്ഞത്, ഇതാണോ നിൻ്റെ സ്വർഗം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ അവനെ അങ്ങ് പരിഹസിക്കുകയാണ്. ഇവനാണെങ്കിൽ ഒന്നും പറയാനുമില്ല, കാരണം അത്രയും തകർന്ന് അടിഞ്ഞു നിൽക്കുന്ന സമയത്ത് പ്രതികരിക്കാനുള്ള ഒരു കാര്യങ്ങളും അവൻ്റെ അടുത്ത് ഇല്ലതാനും. അതുകൊണ്ട് അവനങ്ങനെ മിണ്ടാതിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രിയങ്ക പറയുന്നുണ്ട്, ഇങ്ങനെ നാണമില്ലാതെ ഭാര്യ വീട്ടിലിങ്ങനെ ജീവിക്കാതെ ഒന്ന് ഇറങ്ങി പൊക്കൂടെ നിനക്ക് ഇങ്ങനെ, പിന്നെ ഇതിലും ഭേദം എന്ന് പറഞ്ഞാൽ തെരുവിൽ കിടന്ന് ഇങ്ങനെ തിണ്ടുന്നതാണ്, അതിനാണെങ്കിൽ ഇതിലും വലിയ അന്തസ്സ് ഉണ്ടാകും ഇങ്ങനെ ഭാര്യ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സുഖിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നതിൽ അത്രമാത്രം അങ്ങ് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യമൊക്കെ രാധിക കേട്ടിട്ട് നേരെ വന്നിട്ട് അവിടെ കവിളിൽ ഒറ്റ അടി അങ്ങ് കൊടുക്കുകയാണ്. എടി നീ എന്താടി പറഞ്ഞത്, ഇത് എൻ്റെ ഭർത്താവിനെയാണ് നീ പറഞ്ഞത്, ഞാൻ ദൈവത്തിനെ പോലെ കാണുന്നതാണ് എൻ്റെ ഭർത്താവിനെ എങ്ങാനും ഇൻസൾട്ട് ചെയ്താൽ ഞാൻ പിന്നെ നിങ്ങൾ വെറുതെ വിടില്ല എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ആ ഒരു ബഹളം കേട്ടിട്ട് ബാക്കി എല്ലാവരും കൂടി അകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു സംസാരമൊക്കെ കേട്ടിട്ട് ആ ഒരു ബഹളമൊക്കെ കേട്ടിട്ടാണ് എല്ലാവരും എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ രാധിക ഇങ്ങനെ ഇവിടെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണേ, ഇനി മേലാലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംസാരം സംസാരിച്ച് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്നൊക്കെ ഇങ്ങനെ ഈ പ്രിയങ്കനോട് അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കണേ. അപ്പോൾ ആ ഒരു സംസാരമൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട് സുകുമാരി മുത്തശ്ശി പെട്ടെന്ന് തന്നെ പ്രിയങ്കയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് രാധികനോട് അങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട്, അല്ല എന്താടി നീ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട്. അപ്പോൾ പിന്നെ രാധിക നേരെ ഈ സുകുമാരി മുത്തശ്ശിക്ക് നേരെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ മര്യാദക്ക് സംസാരിച്ച മുത്തശ്ശി, അല്ലെങ്കിൽ ഞാൻ മുത്തശ്ശിയാണെന്ന് നോക്കില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുകുമാരി മുത്തശ്ശിനോട് നന്നായിട്ട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ കുറേ കാലമായല്ല ഞങ്ങളിങ്ങനെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഭയങ്കരമായിട്ട് അങ്ങ് അവരോടങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ദേവന് പറയുന്നുണ്ട് അവരോട് രണ്ടുപേരോട് ഈ വീട്ടിൽ നിന്ന് അങ്ങ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരെ രണ്ടുപേരെ ആ വീട്ടിൽ നിന്ന് അങ്ങ് പുറത്തേക്കാക്കുകയാണ്. അപ്പോൾ ഇവരെ പുറത്താക്കിയത് കഴിഞ്ഞതിന് ശേഷം ആ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഇവരെ അങ്ങ് ഷൗട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആ രാധികനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിക്കാൻ വേണ്ടി സമ്മതിച്ചുകൂടെ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി കണ്ട് അപ്പോൾ തന്നെ ഇങ്ങോട്ട് വരും, പിന്നെ ഞങ്ങൾ നാട്ടുകാർക്കും അറിയാം നിങ്ങളുടെ കറക്റ്റ് സ്വഭാവം, ഞങ്ങളും കുറേ കാലമായല്ലോ ഈ സുകുമാരി മുത്തശ്ശിനെയൊക്കെ കാണാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് നിങ്ങൾ എത്രമാത്രം പ്രശ്നക്കാരിയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഇനി എങ്ങാനും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ ഞങ്ങൾ നാട്ടുകാർക്കും കുറച്ചുകൂടി ഉത്തരവാദിത്തമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പെരുമാറും എന്നൊക്കെ ഇവരെ അങ്ങ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വേറെ ഒരുത്തനും പറയുന്നുണ്ട്, ഞങ്ങളെ മക്കളെയാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് അപമാനിച്ച് വിട്ടത്, അതും പാട്ട് പഠിക്കാൻ വേണ്ടി വന്ന കുട്ടികളെയാണ് നിങ്ങൾ ഇവിടെ നിന്ന് നാണം കെടുത്തി അപമാനിച്ചത്, അത് ഞങ്ങളെങ്ങാനും പോലീസിൽ വന്ന് കംപ്ലയിൻറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ അഴി എണ്ണേണ്ടി വരും എന്നൊക്കെ ഈ നാട്ടുകാർ വീണ്ടും അവരെ അങ്ങ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇനി എങ്ങാനും ഇങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ നിന്നാൽ ഞങ്ങൾ നന്നായിട്ട് പെരുമാറും എന്നുള്ള കാര്യം ഈ നാട്ടുകാരും കൂടി അങ്ങ് നമ്മുടെ രാധികയുടെ കൂടെ തന്നെ നിന്നിട്ട് അങ്ങ് ഈ സുകുമാരി മുത്തശ്ശീനെയും പ്രിയങ്കേനെയും അങ്ങ് ശകാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ അതിലൊന്നും പതറുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിയിട്ട് എല്ലാവരോടും കൂടി അങ്ങ് പറയുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും ഇപ്പം പോവുകയാണ്, പക്ഷേ ഞങ്ങൾ തിരിച്ചു വരും,
കോടതി നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടേ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും, ഞങ്ങൾ ഇവിടുന്ന് ഇവരൊക്കെ ഇറക്കി വിടാൻ കഴിയുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രിയങ്കൻ്റെ ഈ സുകുമാരി മുത്തശ്ശിയുടെ സംസാരം നേരെ രാധികയുടെ നേർക്ക് അങ്ങ് വരികയാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ പ്രസ്ഥാനങ്ങൾ, നിങ്ങളുടെ ഈ സംഭവം, ഈ പാട്ടും ഇതും എല്ലാം ഇവിടുന്ന് തല്ലി ഓടിക്കാൻ കഴിയുമെന്ന് ഞങ്ങളും ഒന്ന് നോക്കട്ടെ. പിന്നെ വേറൊരുത്തനും കൂടി ഉണ്ടല്ലോ, അവനെയും കൂടി ഇവിടുന്ന് അങ്ങ് ആട്ടി ഓടിക്കാൻ കഴിയുമെന്ന് ഞങ്ങളും കൂടി ഒന്ന് നോക്കട്ടെ. എന്തായാലും അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോകുന്നുള്ളൂ, പക്ഷെ ഞങ്ങൾ ഈ ഉടനെ തന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഭീഷണിയൊക്കെ വെച്ചിട്ട് അവർ രണ്ടുപേരും അങ്ങ് കാറി കയറി പോവുകയാണ്. ആ പോയി കഴിഞ്ഞതിന് ശേഷം ഈ ദേവന് രാധികനോട് പറയുന്നുണ്ട്, അല്ല നീ എന്തായാലും പാട്ട് സ്റ്റാർട്ട് ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഒരു മിനിറ്റ് ഞാൻ വരുണിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നേരെ വരുണിൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ അവൾ പോയി കഴിഞ്ഞതിന് ശേഷം ആ നാട്ടുകാരിങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തായാലും അറിയാം നിങ്ങളുടെ അമ്മയുടെയും മോളുടെയും ഒക്കെ സ്വഭാവം, അതുകൊണ്ട് ഞങ്ങൾ അക്കാര്യം വിചാരിച്ചിട്ട് മക്കളെ എന്തായാലും പാട്ട് പഠിക്കാൻ വിടാതിരിക്കൊന്നുമില്ല, ഞങ്ങൾ എന്തായാലും വിടും, അതിൽ യാതൊരു ടെൻഷനൊന്നും വേണ്ട എന്നൊക്കെ ഇവരോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ യശോദയും പറയുന്നുണ്ട്, മനഃപൂർവ്വം വരുന്നതാ, രാധിക മോൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പച്ച പിടിക്കാൻ കഴിയുകയാണെന്നൊക്കെ അറിഞ്ഞ അപ്പം വരും ഇവർ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാനും മുടക്കാനും വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ ഇവരോടൊക്കെ പറയുന്നുണ്ട്. പിന്നെയാണെങ്കിൽ രാധിക നേരെ വരുണിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വരുണിനെ അങ്ങ് ആശ്വസിപ്പിക്കാൻ വരികയാണ്. വരുൺ നീ ഓക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൻ വരുൺ പറയുന്നുണ്ട്, അതെ ഞാനൊരു കാര്യം പറയട്ടെ, അത് നീ സമ്മതിക്കണം, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അത് നീ അങ്ങ് സമ്മതിക്കണം എന്നൊക്കെ ഇവളോട് അങ്ങ് പറയാണ്. അപ്പോൾ ഇവൾ ചോദിക്കുന്നുണ്ട്, എന്താണ് വരുണ്, എന്താണ് പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ഇവനോട് അങ്ങ് ചോദിക്കുകയാണ്. അവൻ പറയുന്നുണ്ട്, ഞാനേ ഒരു വാടക വീട് എടുത്താലേ നമുക്ക് അങ്ങോട്ട് മാറാം എന്നൊക്കെ ഇവളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, വരുൺ എന്തൊക്കെയാണ് പറയുന്നത്, എന്തിനാണ് ഇവർ രണ്ടുപേരും അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടാണ് വരുണ് വാടക വീട് എടുത്തിട്ട് മാറണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്, അതിൻ്റെ യാതൊരു അവകാശമില്ല, ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അച്ഛനും അമ്മയാണ്, അവർ പറഞ്ഞതുപോലെ നിന്നാൽ മതി, ഇവരുടെ സംസാരമൊന്നും നീ ശ്രദ്ധിക്കേണ്ട എന്നുള്ള കാര്യമൊക്കെ വരുണിനോട് പറയണം. പക്ഷെ വരുൺ പറയുന്നുണ്ട്, നീ അതല്ലടി, നീ അവർ പറഞ്ഞു കേട്ടില്ലേ, ഞാനിവിടെ ഇങ്ങനെ വലിഞ്ഞു കയറി നിൽക്കുന്നത് പോലെ തന്നെ അല്ലേ, എന്തായാലും ഞാനൊരു വാടക വീട് എടുത്ത് മാറാൻ പോവാണ്, നിനക്ക് വേണമെങ്കിൽ നീ ഇവിടെ നിന്നോ എന്ന് അവളോട് അങ്ങ് പറയുന്നു. അപ്പോൾ അവളങ്ങ് വരുണിനെ അങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട്, നീ എന്താ വിചാരിച്ചത്, നീ ഇല്ലാതെ ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ കഴിയുമെന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇവനോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ വരുണ് അറിയുന്നുണ്ട്, അതല്ല നിനക്കിപ്പോൾ ഇവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ തന്നെ നീ നിൽക്കേണ്ടി വരും, പക്ഷേ ഞാൻ എന്തായാലും ഒരു വാടക വീട് എടുത്ത് മാറുകയാണ്, അല്ലാതെ ഇത് എന്തായാലും എൻ്റെ ഉറപ്പിച്ചൊരു തീരുമാനമാണ്, ഇത് ഞാൻ ഈ തീരുമാനത്തിന് മാറുന്നില്ല എന്നുള്ള കാര്യം തന്നെ ഇവൻ അങ്ങ് പറയുന്നുണ്ട്. പക്ഷേ ഈ രാധികക്ക് ആ ഒരു തീരുമാനം ഭയങ്കരമായിട്ട് അങ്ങ് ഹേർട്ടാവുകയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അച്ഛനോടും അമ്മനോടും ഒന്ന് പറയട്ടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ പോയ സമയത്ത് അവിടെ നാട്ടുകാരാരെയും കാണുന്നില്ല, എല്ലാവരും പോയി കഴിഞ്ഞിരുന്നത് അവരുടെ കുട്ടികളൊക്കെ കൊണ്ട്. അപ്പോൾ അവരൊക്കെ എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ അച്ഛനോടും അമ്മനോടും ഈ രാധിക ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, അത് ഞങ്ങൾ അവരെ പറഞ്ഞു വിട്ട്, ഇന്നെന്തായാലും ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നല്ലേ, ഇത് നാളെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയതാണ് എന്നുള്ള കാര്യം അവരങ്ങ് പറയുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഇതെന്തായാലും നന്നായി, പിന്നെ വരുണിന് എന്തോ പറയാനുണ്ടെന്നൊക്കെ പറയുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരെയും കൂടി വരുണിൻ്റെ അടുത്തേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ദേവനും യശോദയും കൂടി ചോദിക്കുന്നുണ്ട്, അല്ല വരുണ് എന്താ നീ എന്തോ തീരുമാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, എന്താണ് പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, അത് ഞാനൊരു വാടക വീട് എടുത്താലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവരോട് അങ്ങ് പറയാണ്. അപ്പോൾ ദേവനി യശോദി, അത് എന്തിൻ്റെ ആവശ്യമാണ്, അവർ പറയുന്നതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വാടക വീട് എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ലേ, അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നീ ചിന്തിക്കുന്ന വേണ്ട, ഇവിടെ തന്നെ നിന്നോ, ഒരു പ്രശ്നമില്ല എന്നുള്ള കാര്യം തന്നെ അവരോടങ്ങ് പറയണം. പിന്നെ അവർ പോയില്ല, ഇനി അവർ വരില്ല എന്നുള്ളൊരു ഉറപ്പ് കൂടി അവനങ്ങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ വരുൺ അതിലൊന്നും നിൽക്കുന്നില്ല. അവരും പറയുന്നുണ്ട്, അതല്ല ഞാൻ എന്തായാലും ഒരു വാടക വീട് എടുക്കാൻ തന്നെ തീരുമാനിച്ച്, ഇനി എന്ത് തീരുമാനത്തിൽ മാറ്റമില്ല, ഇവിടെ നിൽക്കുന്നതിൽ അവരും പറഞ്ഞതിൽ കുറച്ചൊക്കെ കാര്യമില്ലേ, അത് അവർക്കും കൂടി അവകാശപ്പെട്ട വീട്ടിൽ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത് അതൊരു ശരിയായ കാര്യമല്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും വാടക വീട് എടുക്കാൻ പോവുകയാണ്. പക്ഷേ ഈ രാധികയ്ക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നോട്ടെ, അവളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അല്ലേ, അതുകൊണ്ട് അവൾക്ക് പോന്നാൽ വേണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് അവൾ ഇവിടെ നിന്നോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തായാലും മാറുകയാണ് എന്നുള്ള കാര്യമൊക്കെ ഇവൻ അങ്ങ് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എപ്പിസോഡ് അവിടെ അവസാനിച്ചിരിക്കുകയാണ്. പിന്നെയാണെങ്കിൽ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമ്മുടെ കൽപ്പനയും ഉർവശിയും കൂടിയിട്ട് ഇങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് ഉണ്ടാവും നമ്മുടെ ചന്ദ്രശേഖരനും സേറയും കൂടി കൈയൊക്കെ പിടിച്ച് അങ്ങനെ റോഡ് സൈഡിലൂടെ അങ്ങനെ നടന്നു പോകുന്നത് ഈ കൽപ്പന കാണുകയാണ്. അപ്പോൾ കൽപ്പന പെട്ടെന്ന് തന്നെ വണ്ടി നിർത്ത് എന്നങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ഇവളോട് ചോദിക്കുന്നുണ്ട് ഈ ഉർവശി. അപ്പോൾ ഉർവശിനോട് പറയുന്നുണ്ട്, ചെറിയമ്മ കാണേണ്ട ഒരു കാഴ്ച തന്നെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ കാണിച്ചു കൊടുക്കുകയാണ് ചന്ദ്രശേഖരനാണെങ്കിൽ ഈ സേറയുടെ കൈയൊക്കെ പിടിച്ച് അവരടുത്ത് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് ഉർവശിക്ക്
അങ്ങ് കലി തുള്ളി അവൾ കാറിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങി അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതും അവർ ഭയങ്കര ക്ലോസ് ആയിട്ട് കൈയൊക്കെ പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഉർവശി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ഉർവശിക്കുള്ള പണി എന്തായാലും തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നാളെ ഇനി കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം. പക്ഷേ നമ്മുടെ കൽപ്പനയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.